സന്ധ്യ നേരത്തെ എങ്ങോട്ടാ പോണേന്ന് വിചാരിക്കണ്ട. ഇതാണ് ചേനപ്പൂവ്. തോരൻ വെച്ച് കഴിക്കാനായിട്ട് അത്യുത്തമം. ഇത് നന്നേ വിരിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു നാറ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് വല്ലാതെ വിരിയാൻ നിൽക്കരുത്. ഈ പരുവത്തിൽ പൊട്ടിച്ചാൽ നല്ല തോരൻ ഉണ്ടാക്കാം. ചേന പറിച്ചിട്ടില്ലെങ്കിൽ അവിടെ ആദ്യം ഈ പൂ ഇങ്ങനെ മുളച്ച് പൊന്തും. ഇവിടെ നന്നായി വിരിഞ്ഞൊരു ചേനപ്പൂവ്. ഇത് കണ്ടോ? പ്രകൃതിയുടെ സൗന്ദര്യം, അല്ലെങ്കിൽ എന്താ പറയുക, ഈശ്വരൻ്റെ സൃഷ്ടികളെല്ലാം കണ്ടില്ലേ? ഇത്രയും വലിയൊരു പൂവ് എന്തും ഭംഗിയാണ് കാണാനായിട്ട്. എന്തിലും സൗന്ദര്യം ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടോ? ഇതാണ് ചേനപ്പൂവ്. ഇതിൻ്റെ ഈ ഭാഗം മുറിച്ചെടുത്ത് നമുക്ക് അസല് തോരനാക്കാം. ഇതല്ലതാണ് വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന പ്രകൃതി വിഭവങ്ങളിൽ ഒന്നാണ് ചേനപ്പൂവ്. കാരണം ചേന പറിച്ചില്ലെങ്കിലാണ് അവിടെ പൂ മുളച്ചു വരിക. ഇനി ഇതെങ്ങനെയാണ് തോരൻ വെക്കുകയെന്ന് നിശ്ചയില്ലെങ്കിൽ അതും പറഞ്ഞു തരാം. ചേനപ്പൂവ് മുറിച്ചെടുത്ത് അതിൻ്റെ ഇതളുകളൊക്കെ പൊഴിച്ച് വൃത്തിയായി കഴുകി നമ്മുടെ കേബേജൊക്കെ ഉണ്ടല്ലോ അതരിയും പോലെ വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം. അധികം വേവൊന്നുമില്ല. പെട്ടെന്ന് അരിഞ്ഞെടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ സാധിക്കും. കുറച്ച് ചുവന്നുള്ളി, കുറച്ച് കാന്താരിമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് അസലൊരു തോരനാക്കാം.